കുട്ടികളും തള്ളി മാറുന്നതിനെ കുറിച്ച് അതെന്തിനാ അവിടെ കിടന്ന് വെള്ളം അടിച്ച് ബഹളം ഉണ്ടായിക്കാണോ? അതുകൊണ്ടല്ല, എന്റെ വീടും കുടിയും കുട്ടികളൊക്കെ വളർന്നതും പഠിച്ചതും ഒക്കെ ഈ തമ്പുരാന്റെ കാശുകൊണ്ടാണ്. ആ തമ്പുരാനോട് ഞാൻ നന്ദിയായി കാണിച്ചിട്ടുള്ള എന്റെ ഭാര്യ പറയുന്നത്. അതുകൊണ്ട് തമ്പുരാന്റെ കാലിൽ വീട് മാപ്പ് പറഞ്ഞാല് അവര് എന്നോട് ക്ഷമിക്കുള്ളൂ. തനിക്കിപ്പോ കുടിയുണ്ടോ? ആ, ഇവിടെ ചെറിയൊരു കുടിയുണ്ട്. കുടി കുടി തന്നെയാ. നേരത്തെ പറഞ്ഞ കുടിയില്ലാന്നോ? കിടക്കാനൊരു കുടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. കിടക്കുന്നവരെ കുടിക്കുന്നുണ്ട്. ആ കുടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. താനിങ്ങനെ കുടിച്ചുകൊണ്ട് കിടന്നോണ്ടല്ലേ തമ്മിലെ കുടിച്ച് പുറത്താക്കിയത്? ഇല്ല, കള്ള് ഞാൻ കുടിക്കില്ല. പാമ്പിലിടുന്ന് കള്ളിട്ടാണ് പല ലോക ചാരാമറ്റായിരിക്കും. എന്താ പേര്? നാരങ്ങ. ആ, അപ്പൊ തന്നെ അറിയാലേ. എടോ ചങ്ങ വാടിപ്പോ അതൊക്കെ വാങ്ങിച്ചു കുടിച്ചാലേ. അതല്ല, കിടക്കുന്ന കുടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എടോ ഞങ്ങൾ കുടിക്കും, പക്ഷെ കുടിച്ച് ബോധം കെട്ട് പലയിടത്തും കിടക്കാറില്ല. ഞാനിപ്പോ കുടിക്കാറില്ല. താനല്ലേ പറഞ്ഞത് തനിക്ക് കുടിയുണ്ടെന്ന്? അത് പറഞ്ഞു. എന്നിട്ടിപ്പോ കുടിയില്ലാന്ന് പറഞ്ഞാൽ? ആ കുടിയല്ല ഈ കുടി. എല്ലാ കുടി ഒന്നല്ലോ. ഈ കള്ളുകൂടി നാക്കെടുത്ത കളയാൻ പറയും. ആദ്യം ഇയാൾ പറഞ്ഞു കുടിയുണ്ടെന്ന്, ഇപ്പൊ പറഞ്ഞു കുടിയില്ല. കുടിയല്ലേ അയ്യോ അടിക്കുന്ന അവൻ കുഞ്ഞുണ്ണിയില്ല, മണ്ണുണ്ണി. നീയൊക്കെ കൂടി എന്റെ തമ്പുരാനെ പറ്റിക്കുമല്ലോ. എന്താ ഇവിടെ പൊതുവാണ് വെള്ളമടിച്ച് വെള്ളമൊക്കെ കൊച്ചുവാണ് തല്ലി. അത്രയ്ക്കാണ്. ഇന്ന് ഞാൻ ഇവന്റെ പണ്ട തല്ലി പൊളിക്കും. അവനോടി നിൽക്കണം. അവിടെ നിൽക്കും കഴിക്കാനല്ലേ. എലിയനോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടില്ല. എന്റെ മനസ്സ് മുഴുവൻ നീയാ. പക്ഷെ കണ്ണുടച്ചാൽ നീ ആ കാലമാണ് നിന്റെ ഏട്ടൻ മാപ്പ് ചൊറിയാൻ. എന്ത് ചെയ്യാൻ പഠിക്കാൻ തെമ്പോക്കിയാണോ? ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. ഓർക്കാൻ കൂടി വയ്യ. തലമുട്ടന്റെ വേടി ഇത്ര പേടിത്തൊണ്ടിനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരെ കയറി നിൽക്കുന്ന ധീരതയല്ല ഇവരെക്കേടാണ് നോക്കി. ആ ഇവരെക്കേട് ഞാനില്ല. മനസ്സുകൊണ്ട് അറിയാതെ ഞാൻ നമ്പിച്ചേട്ടനെ സ്നേഹിച്ചു പോയി. ഇനി മറക്കാനാവില്ല. ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കണം. എന്റെ മനസ്സിൽ സത്യമാണ്. അതെ, എനിക്ക് ചേട്ടനെ മറക്കാനാവില്ല. നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാണ്. ആര് പറഞ്ഞു? ഞാൻ കണ്ടു. അവളാണ് അമീഷ വക്കീലും കൂടെ. അവന്മാരുടെ പണിയാ. എന്നെ വിട്ടുകേട്ടില്ല. എന്നെ തന്നോടല്ലോ ഒരു മാലിന് തീ പിടിച്ചോ ഓടി വരുന്നത് കാണാം. ഓ പിടിച്ചോണം. പോലീസ് തമ്പുരാനെ. തമ്പുരാട്ടി നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. എന്താ അംബീഷ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? കാലം കുറയായി തന്നെ കണ്ടിട്ട്. സപ്തതിക്ക് സാഹിത്യം വന്നിരുന്നു, അന്നും തന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ നടക്കുന്നൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എന്ത് നടക്കുന്നത്? അല്ല, കുഞ്ഞുണ്ണി വന്നു അറിഞ്ഞു. കണ്ടിട്ട് പോകാമെന്ന്. കുഞ്ഞുണ്ണി, നീ കുഞ്ഞിനെ കണ്ടതല്ലേ? അവനിപ്പോ വലിയ കുട്ടിയായി, കണ്ടാൽ അറിയില്ല. പക്ഷേ എന്നെ കണ്ടാൽ അവൻ അറിയില്ല. എന്നെ ആള് മാറിപ്പോലടാ കുഞ്ഞുണ്ണി. ഒരുമാതിരി തേരുന്ന മുഖമൊക്കെ ചീർത്ത് നീങ്ങിയല്ല. അത് തച്ചാപ്പാടായിരിക്കും ഇവിടെ. ഇനി വാ, ഞങ്ങൾ വൃത്തിയായിട്ട് കാണട്ടെ. നമ്പിശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? അംബീഷ, കുഞ്ഞുണ്ണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ മനസ്സിലായി. ഇനി പലരും പലതും കൂടെ മനസ്സിലാക്കാറുണ്ട്. പൊന്നുമോൻ
തലേനാണ് എനിക്കത് ഇഷ്ടപ്പെടാത്ത സാരി ഗമ കേറി കൊടുക്കരുത്. ആ, ഞാനും അഭിഷേകായിട്ടുള്ള ബന്ധം തോമസ് അറിഞ്ഞു. ചേട്ടനെ അയാളുടെ കൈ കിട്ടിയാലും കൊല്ലുന്ന പറഞ്ഞിരിക്കുന്നത്. ജാമ്യം കിട്ടും മുൻപ് നമ്മൾ എങ്ങനെയും രക്ഷപ്പെടണം. ആ മാല കിട്ടിയേ തീരൂ. വെറുതെ പറയരുത്. ഓക്കെ ഓക്കെ. നബീഷേട്ടാ, നബീഷേട്ടാ. എല്ലാവരും പുറത്തു പോയി എന്തായാലും വന്നിട്ട് മാപ്പ് ചോദിച്ചിട്ടേ ഞാൻ പോകും. കള്ളൻ